വന്നല്ലോ വനമാല. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ഇന്നത്തെ ടോപ്പിക്ക് ഫുഡ് ഹസാർഡ്സ്. അതിനെ കുറിച്ചൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നാൽ. ഫുഡ് ഹസാർഡ്സ്. അതെ, ഫുഡ് ഹസാർഡ്സ് പ്രധാനമായിട്ടും 3 ഹസാർഡുകളാണ് ഉള്ളത്. ഒന്ന് ഫിസിക്കലി ഉള്ള നമുക്ക് വരുന്നൊരു ഹസാർഡുകൾ, കെമിക്കലി ഉള്ള ഹസാർഡ്, പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ ഹസാർഡ്. ഇത് കൂടാതെ അലർജൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഹസാർഡ് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പാക്കറ്റ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഒരു മൈദയിൽ വീഴുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ട് അത് നമ്മൾ എന്താ പറയുക, നമ്മളത് കുഴയ്ക്കുമ്പോഴത്തേക്കിന് ബൈ മിസ്റ്റേക്കിൽ ഫുഡിനുള്ളിലേക്ക് വീഴുന്നത്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഹസാർഡുകളാണ്. ഇനിയുള്ള നമ്മുടെ ബയോളജിക്കൽ ഹസാർഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബാക്ടീരിയാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാരസൈറ്റ്സ്. അപ്പോൾ ഇത് മൂലമായിട്ട് നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കഴിക്കുന്ന ആളുകൾക്ക് വരുന്ന ഡിസ്കംഫർട്ട്, ഇൽനെസ്, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. കെമിക്കൽ ഹസാർഡുകൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇൻറ്റൻഷനലിയും അതുപോലെ തന്നെ അൺഇൻറ്റൻഷനലായിട്ടും നമ്മൾക്ക് സംഭവിക്കാം ഈ കെമിക്കൽ ഹസാർഡുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോറിൽ ഫുഡ് സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ സമീപത്തായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കെമിക്കൽസ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ അതെന്തെങ്കിലും മറിഞ്ഞ് ഇപ്പോൾ താഴെ വെച്ചിരിക്കുന്ന അരിക്കകത്തോ അല്ലെങ്കിൽ മൈദക്കകത്തോ എന്തെങ്കിലും വീണിട്ട് അറിയാതെ നമ്മളതെടുത്ത് കുഴച്ച് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി ഗസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അപകടം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ ഇപ്പം നമ്മൾ കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള കളറുകൾ ഫുഡിൽ ചേർക്കാറുണ്ട്. അത് അളവിൽ കൂടുതൽ അറിയാതെ ചേർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ചാറുകളൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കിന് നമ്മളത് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി സോഡിയം ബെൻസോയേറ്റ് പോലുള്ള കെമിക്കൽസുകളൊക്കെ ചേർക്കുന്നുണ്ട്. അത് അളവിൽ കൂടുതൽ നമ്മൾ അറിയാതെ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കെമിക്കൽ ഹസാർഡായിട്ട് നമുക്ക് മാറും. അപ്പം നിനക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ 3 ഹസാർഡുകളാണ് പ്രധാനമായിട്ട് നമ്മൾ കുക്കിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഷെഫ്.